ഹലോ, നമ്മളന്ന് പറമ്പിൽ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് ദേ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വീട്ടിൽ നല്ല പച്ച കാന്താരിമുളക് കണ്ടപ്പോൾ എന്തെങ്കിലും ചീരയിട്ട് ചിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ പയറിൻ്റെ ഇല തന്നെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അധികം മൂക്കാത്ത ഇലയാണ് കേട്ടോ നോക്കിയെടുക്കുന്നത്. വേറൊന്നുമല്ല, അന്ന് നമ്മളെ കായമൻസ ചീരയുടെ ഇല അന്ന് എടുത്തില്ലേ, ആ ഇലയാണെങ്കിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് അതുകൊണ്ട് തന്നെ നമ്മളിത് തളിരില നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പറിച്ചെടുക്കുന്നത്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ കാന്താരിമുളക് ഉണ്ടല്ലോ, ഇതിട്ടിട്ട് നല്ല ചീരയൊക്കെ തോരൻ വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടാക്കി കീറിയിട്ടിട്ട് ചീരത്തോരൻ ഉണ്ടാക്കിയ അതുപോലെ എല്ലാ തോരനിലും ഇടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുളക് വെറുതെ കടിച്ചു തന്നെ. പിന്നെ നമ്മൾ എടുത്ത ആ ചീര പോരാ, അപ്പോൾ കുറച്ച് 2 കുടപ്പനും കൂടി ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിലിട്ട് ചിക്കി കഴിക്കാമല്ലോ. ആ പറമ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു നിറയെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ലൂബി മരത്തിൽ നിറയെ ലൂബിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈയൊക്കെ വാങ്ങിച്ച് നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് കെയർ ചെയ്യുന്ന ലൂബി മരത്തിൽ പോലും ഇത്രയും കായ്ക്കളുണ്ടാവില്ല. ഞാനിത് കണ്ടപ്പോൾ വീഡിയോ എടുത്തൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ലൂബിക്കൊന്നും പറിച്ചിട്ടില്ല, നമ്മുടെ അല്ലല്ലോ. അങ്ങനെ നിറയെ റെഡ് കളറായിട്ട് കിടക്കുന്നുണ്ട്. താഴെയും കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കായ നന്നായിട്ട് മൂത്തത് കണ്ടിട്ട് കായക്കൊല വെട്ടിട്ടോ. ഇതിനെ കർപ്പൂരവള്ളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ഇവിടെ എന്തോ ചാരത്തിപ്പൂഴിന്നോ എന്തോ പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ പിണ്ടിക്ക് നല്ല ടേസ്റ്റാണെന്നാണ് വെട്ടിത്തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ആ ഒരു കഷ്ണം പിണ്ടി കഴിക്കാനിരുന്ന കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നേ പിണ്ടിക്ക്. പയറിൻ്റെ എല്ലാം ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി എന്തായാലും അത് തികയില്ല. അപ്പോൾ പയറിൻ്റെ ഇലയും ബാക്കി നമ്മൾ അവിടെ നിന്ന് പറിച്ച സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഈ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോയിട്ട് ഇനി പയറിൻ്റെ ഇലയും പിന്നെ ആ കുടപ്പനും കൂടി നമുക്കൊന്ന് തോരനുണ്ടാക്കണം. പയറിൻ്റെ ഇല അരിഞ്ഞു വന്നപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടെന്ന് തോന്നി കേട്ടോ. അപ്പോൾ പ്ലാനൊക്കെ മാറ്റി കുടപ്പനൊന്നും ഇടാണ്ട് പയറിൻ്റെ ഇല മാത്രമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് തേങ്ങ ഒന്നും ചേർക്കാണ്ട് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, സവാള, ചുവന്നുള്ളി ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചീരയും പച്ചമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിഷമില്ലാത്തത് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് പറിച്ചെടുത്ത് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല